ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും അല്ലേ? ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന ടൈം അല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, ഈ വ്ളോഗ് എടുക്കുന്ന സമയമാണ്. ഇപ്പം സമയം വെളുപ്പിന് 4 മണിയാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. 4:20 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് എത്തണം. അപ്പോൾ എന്ത് വെള്ളം കൊടുത്താൽ പൊതുവെ ഈ സമയങ്ങളൊന്നും അങ്ങനെ കാണാറില്ല, വളരെ റെയറായിട്ട് മാത്രമാണ് ഈ സമയമൊക്കെ കാണുന്നത്. ഹയാസ് ദേ നല്ല ഉറക്കത്തിലാണ്, രണ്ടുപേരും ഉറക്കത്തിലാണ്. ഹയാസും ഹംനയും ഉറക്കത്തിലാണ്. കണ്ട ആങ്ങളെയും പെങ്ങളും നല്ല ഉറക്കത്തിലാണ്. ഹയാസിനെ ആദ്യം കൊണ്ടുപോകാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ഓർത്ത് എന്തായാലും അവനെ മുഷിപ്പിക്കണ്ട, അവനിനി ഉറക്കമൊക്കെ ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് വിളിക്കുന്നില്ല, അവനെ കൊണ്ടുപോകണില്ല, അവൻ കിടന്ന് ഉറങ്ങട്ടെ. അവൻ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മളിങ്ങോട്ട് എത്തും ഇൻഷാ അല്ലാഹ്. ഹംനാനെ കൊണ്ടുപോകണം, കൊണ്ടുപോകാണ്ട് പറ്റില്ല. ഈ സമയമൊക്കെ ആകുമ്പോൾ അവളെ എണീക്കുന്ന സമയമൊക്കെയാണ്. അപ്പം ഇനി അവളെ കൊണ്ടുപോകാതെ പറ്റൂല കേട്ടോ. അവളെയാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രിയെ ഫുൾ റെഡിയാക്കി സെറ്റപ്പൊക്കെ കിടത്തിയേക്കണത്, കാരണം ഇനി ഈ സമയത്ത് കുത്തിപ്പൊക്കി റെഡിയാക്കലൊന്നും നടക്കണ പരിപാടിയല്ല. അപ്പം ഇനി ഇതേപാടി ഞാൻ എടുത്ത് കൊണ്ടുപോകാന്ന് ഓർത്താണ്. ഒരു ടർക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നല്ല ഇതായിട്ട് അങ്ങ് ഇരുന്നോട്ടെ എന്നോർത്ത്, ഒരു ചൂടൊക്കെ കെട്ടി കിടന്ന് ഉറങ്ങട്ടെ എന്നോർത്ത് എടുത്തിട്ടുണ്ട്. അവിടെ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി അവരെ പോയി പിക്ക് ചെയ്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് വരണേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുളിക്കാനുള്ള സമയമൊന്നുമില്ല, മീൻസ് സമയമില്ലായിട്ടല്ല, ഈ സമയത്തൊന്നും കുളിക്കലും നടക്കൂല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് പോവാണ്. ഇനിയിപ്പോൾ സമയം കളയണ്ട, നമുക്ക് നേരെ പോവാം. അങ്ങനെ എഴുന്നേറ്റ് ഹായ് പറഞ്ഞ ചാച്ചി. നല്ല മഴയുള്ള കെട്ടിയോ മഴയും കൊണ്ടുള്ളതല്ലേ. കേറിക്കും കേറിക്കും. ഹലോ എവിടെ പോയേ? അവൻ നല്ല ഉറക്കടിക്കണില്ല, രാവിലെ കൊണ്ടുവന്നില്ല. ഹലോ ഹലോ, എന്ത് പണ്ടടിച്ചിരിക്ക? വെളുപ്പിനെണീറ്റ് കുളിച്ചോ കൊച്ച്? കണ്ണൊക്കെ എഴുതി കുട്ടപ്പിയല്ല. രാത്രി ഞങ്ങൾ റെഡിയായി കിടന്നതാ. നീ എവിടെ പോവാ? അച്ഛനെ കൊണ്ടുവരാൻ പോവാ? പോയി അമ്മയുടെ കണ്ണൊന്നും തെളിഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് എയർപോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ എയർപോർട്ടിലെ രാവും പകലും എല്ലാം ഒരുപോലെയാണല്ലോ, ഫുൾ ടൈം ആക്റ്റീവ് ആയ ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇക്കാകെ അറൈവലിന്റെ ആ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഇക്കാകെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ ഓരോരുത്തർ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മുടെ പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളും കാത്തു നിൽക്കാണ് കേട്ടോ. നിതാര ബേബി തന്നെ ആ വ്ളോഗ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും കണ്ടിട്ട് കണ്ണും വിഴിച്ച് നോക്കിയിരിക്കാണ്. 2 പിള്ളേർക്കും ചെറിയ രീതിയിലുള്ള ഉറക്കത്തിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ. ഹംന എന്തോ വണ്ടർ അടിച്ച പോലെ ഇരിക്കുകയാണ്, കാരണം രാത്രി ഉറങ്ങിക്കിടന്ന സ്ഥലത്തല്ലല്ലോ ഈ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിതാരാണെങ്കിൽ ഹംനാനെ പുന്നാരിക്കാവുന്നത് അത്രയും നല്ല രീതിയിൽ സ്നേഹിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ആരെയാണ് പിക്ക് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീഡിയോസ് ആദ്യമേ മുതൽ കാണുന്നവർക്ക് എന്തായാലും ഇവരെയൊക്കെ ഫെമിലിയർ ആയിരിക്കും കേട്ടോ. ഇത് ഇക്കാകാന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. ഇക്കാകാന്റെ ഫ്രണ്ട് കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ആഫ്റ്റർ മാരേജ് നമ്മൾ വൈഫ്സിനെ കിട്ടുന്ന ബ്ലെസ്സിംഗ് ആണ്. നമ്മുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്മാരുടെ ഭാര്യമാരായിരിക്കും നമ്മളുടെ ഫ്രണ്ട്സ്. അതുപോലെ എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിംഗ് ആണ് കേട്ടോ ഇവർ
ഇവര് മാത്രല്ല ഇക്കാക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ ഭാര്യമാര് എന്റെയും കറന്റ്ലി ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവരെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വല്ലപ്പോഴും കാണുമ്പോൾ മാത്രമല്ല കേട്ടോ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ത്രൂ ഔട്ട് ഉണ്ട്. നിതിൻ ചേട്ടനാണെങ്കിൽ കുവൈറ്റിൽ ഇരുന്നിട്ട് ഞാനായിട്ടും ഇക്കാക്കായിട്ടും മിക്കവാറും സമയങ്ങളിൽ മെസ്സേജ് അയക്കാറുണ്ട്. ആരതി നാട്ടിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടില്ലെങ്കിലും മിക്കവാറും എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് മോളുണ്ടായിട്ട് 28 ദിവസം കഴിഞ്ഞപ്പോൾ നിതിൻ ചേട്ടൻ കുവൈറ്റിലേക്ക് പോയതാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം 10 മാസം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ തിരിച്ചിപ്പോ നാട്ടിലേക്ക് വരുന്നത്. അതും വെറും 10 ദിവസത്തെ ലീവിനാണ്. നിതാര മോള് അച്ഛനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും കാണാത്തത് കൊണ്ട് തന്നെ കൊച്ചിനെ ഞങ്ങൾ വലിയ കണ്ടുപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹംനയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കണ്ടുപരിചയമുള്ള പോലെ ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ പുള്ളിക്കാരി നടത്തുന്നുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിതിൻ ചേട്ടൻ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊച്ച് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് കേട്ടോ. അപ്പൊ അമ്മയും മോളും കൂടി സൈഡിൽ നിൽക്കുന്നുണ്ട്. കണ്ടപാടെ എന്തായാലും കയ്യും പൊക്കി അച്ഛന്റെ അടുത്തേക്ക് ഓടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചത്. കൊച്ചിന് എന്താ അച്ഛനെ കണ്ടിട്ട് അങ്ങ് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ ഹംന നേരെ മറിച്ചായിരുന്നു കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിതിൻ ചേട്ടന്റെ അടുത്തേക്ക് ഹംന പാനെത്തിയിട്ടുണ്ടായിരുന്നു. ഹംനാനെ എടുക്കുന്നത് കണ്ടിട്ട് ചെറിയ രീതിയിൽ കൊച്ചിന് കുശുമ്പ് തോന്നിയെങ്കിലും കൊച്ച് നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ല കേട്ടോ. പക്ഷെ ഞാനും ഇക്കാക്കൊക്കെ വിളിച്ചപ്പോഴേക്കും ആ കുറച്ചു നേരം കണ്ട പരിചയത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് കൊച്ചു ചാടി വീഴുമായിരുന്നു. കൊച്ചിനെന്തോ കൊച്ചിന്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് അത്ര അങ്ങ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആരതി പിന്നെ ഇവര് വീഡിയോ കോൾ ചെയ്തതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴേക്കും അതിൽ അച്ഛ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ട് മോള് ചെറിയ രീതിയിൽ അച്ഛന്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഇപ്പൊ അടുക്കുന്നില്ലെങ്കിലും പോവാറാകുമ്പോഴേക്കും നല്ല രീതിയിൽ അടുക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത്. കാരണം വേഗം ദിവസങ്ങൾ അങ്ങോട്ട് മാറുന്നത് അറിയില്ലല്ലോ. നിതിൻ ചേട്ടൻ നാട്ടിലില്ലാത്ത സമയത്ത് ആരതിയായിട്ട് കോൾ ചെയ്യുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പരാതിയും പരിഭവങ്ങളെല്ലാം അവൾ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അവള് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സില്ലി ആയിട്ട് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്റെ കൂടെ ഫുൾ ടൈം ഇക്കാക്കെ ഉണ്ടല്ലോ എന്തിനും ഏതിനും. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, പ്രവാസം എന്ന് പറയുന്നത് അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന്റെ ഇന്റൻസിറ്റി ആ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അറിയാവുന്നത്. പുറമേ നിന്ന് കാണുന്നവർക്കെല്ലാം പറയുന്നതെല്ലാം സില്ലി ആയിട്ടും അതെല്ലാം കഥകളായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അവളെ കുറെ ഇങ്ങനെ സമാധാനിപ്പിച്ചും സന്തോഷിപ്പിച്ചൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ. അതേ വീഡിയോസ് ഒക്കെ വീണ്ടും അച്ഛനും മോളും തമ്മിലുള്ളത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പെട്ടിയൊക്കെ കയറ്റിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ പെട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിന്റെ ഡിക്കിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിൽ സീറ്റിൽ വെച്ചിട്ട് അവര് രണ്ടുപേരും കൊച്ചും കൂടി തിങ്ങി നെരുങ്ങിരുന്നിട്ടാണ് നമ്മൾ വീട് വരെ എത്തിയത്. വലിയ രീതിയിലുള്ള തിങ്ങലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞപ്പോ ആ ഓളത്തിന് അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. ഇനിയുള്ള 10 ദിവസങ്ങൾ ഹൈലി സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് നിതിൻ ചേട്ടൻ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ എന്തായാലും നിതിൻ ചേട്ടൻ വന്നാൽ മിക്കവാറും ഔട്ടിങ്സും യാത്രകൾ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇത്തവണ നമ്മൾ ഔട്ടിങ്സും യാത്രകളും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എത്രമാത്രം പോസിബിൾ ആവുന്നുള്ളത് വരും ദിവസങ്ങളിൽ വരും വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിനോട് വിട പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. വന്ന പാട് ചേട്ടൻ ചോദിച്ചത് എവിടെന്നാടാ ചായ കിട്ടണേ, വിശക്കുന്നുണ്ടെന്നാണ്. എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ രാത്രി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വരുന്ന വഴി നല്ലൊരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഓരോ ചായ, ഞാൻ 2 സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉഴുന്നുവടയും സമൂസ. അങ്ങനെ അതൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ വയറൊക്കെ ഒന്ന് ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുന്നത്. ഇന്ന് ഫുൾ ഒരു മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പറയായിരുന്നു ചേട്ടൻ വരുന്ന സമയത്തെല്ലാം നല്ല മഴയായിരിക്കും കേട്ടോ. കാരണം ചേട്ടൻ എപ്പോഴും വരുന്നത് ഈ ഒരു മഴ സീസണിലാണ്. അപ്പൊ എന്തായാലും മഴ പെയ്യുമല്ലോ. പക്ഷെ ഞങ്ങൾ അത് പറയില്ല. ഞങ്ങൾ കാലാവസ്ഥയെ നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തിയപ്പോ ചേട്ടന്റെ അമ്മ കൊടയൊക്കെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോ ആരതിനോട് പറയായിരുന്നു ആ കൊടയിൽ ആരൊക്കെയാണ് കയറ്റുന്നതെന്ന് നമുക്ക് നോക്കാന്ന്. ആക്ച്വലി സംഭവിച്ചത് കൊച്ചിനെ മാത്രം എടുത്തിട്ട് ചേട്ടന്റെ അമ്മ അകത്തേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഡിക്കിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് ഇനി അവരുടെ വീട്ടിലേക്ക് കയറ്റി വെക്കുകയാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ അച്ഛനും അമ്മയും മോളും തമ്മിലുള്ള ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ്. അതിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവട്ടെ ഒരു പാർട്ടായിട്ട്. വരും വീഡിയോസിൽ നിങ്ങളെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പൊ എന്തായാലും വീഡിയോസ് ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. കൂടെ സാമ്പാർ ഇഡ്ഡലിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് വയറ് ഫില്ല് ചെയ്തതുകൊണ്ട് കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി മാനം ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇവരെ വീട്ടിലാക്കിയിട്ട് പോരുന്നത്. വരും വീഡിയോസിൽ എല്ലാ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.